ഈജിപ്ത്യൻ നക്ഷത്രപ്പൂക്കൾ അല്ലെങ്കിൽ ഈജിപ്ത്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്നറിയപ്പെടുന്ന പെൻഡാസ് എന്ന പൂച്ചെടിയെ കുറിച്ചാണ് പറയുന്നത്. പെൻഡാസ് ലോൺസിലേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി ഗാർഡേനിയയുടെയും കാപ്പിച്ചെടിയുടെയും കുടുംബമായ റൂബിയസി കുടുംബത്തിൽപ്പെട്ടതാണ്. പെൻഡാസ് ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഡാസ് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പൂച്ചെടിയാണ്. ആഫ്രിക്കയിലും യമനിലും ഇന്ന് പെൻഡാസ് സർവ്വസാധാരണമാണ്. കേരളം പോലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇന്ന് പെൻഡാസ് കുറ്റിച്ചെടി വ്യാപകമായി കാണുന്നു. വളരെ മനോഹരമായ നക്ഷത്രാകൃതിയിലുള്ള ആകർഷകമായ പൂക്കളുടെ കൂട്ടങ്ങൾ കൊണ്ടും ചിത്രശലഭങ്ങളെയും തേനീച്ചകളെയും പോലുള്ള പരാഗണത്തെ ആകർഷിക്കാനുള്ള കഴിവും കാരണം വളരെ ജനപ്രിയമായ ഒരു അലങ്കാര സസ്യമാണിത്. ഇതിന്റെ പ്രധാന സവിശേഷത തണ്ടിനു മുകളിൽ കൂട്ടമായി വിരിയുന്ന പൂക്കളാണ്. പിങ്ക്, ചുവപ്പ്, വെള്ള, ലാവൻഡർ എന്നിങ്ങനെ വിവിധ നിറത്തിൽ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നു. ഓരോ പുഷ്പത്തിനും 5 പോയിന്റുള്ള നക്ഷത്ര രൂപമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പെൻഡാസ് എന്ന് പേര് വന്നത്. പെൻഡാസ് ചെടി ഊഷ്മളമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ നന്നായി തഴച്ചു വളരും. ഇത് പലപ്പോഴും പൂന്തോട്ടങ്ങളിലും ഭൂപ്രകൃതിയിലും വാർഷിക ചെടികളായി വളരുന്നു. തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോട്ടിൽ വളർത്തുന്നതാണ് നല്ലത്. തണുത്ത കാലാവസ്ഥയിൽ നിങ്ങൾക്ക് ഇവയെ വീട്ടിനുള്ളിൽ സൂക്ഷിക്കാനും ശൈത്യകാലത്ത് വീട്ടുചെടികളായി സംരക്ഷിക്കാനും കഴിയും. പൂർണ്ണ സൂര്യപ്രകാശം ലഭിക്കുന്ന ഫ്ലവർ ബെഡുകളിലും കണ്ടെയ്നർ ഗാർഡനുകളിലും ഈ ചെടി തഴച്ചു വളരുന്നു. ഭാഗികമായ നിഴൽ സഹിക്കുമെങ്കിലും ദിവസത്തിൽ 3 മണിക്കൂറെങ്കിലും തെളിച്ചമുള്ള വെളിച്ചം ലഭിക്കേണ്ടതാണ്. പെൻഡാസ് ചെടികൾ താരതമ്യേന കുറഞ്ഞ പരിപാലനം ആവശ്യമുള്ളവയും ചൂടും ഈർപ്പവും സഹിക്കുന്നവയുമാണ്. നല്ല നീർവാർച്ചയുള്ള ചെറുതായി അസിഡിറ്റിയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അതായത് 6 മുതൽ 7 വരെയുള്ള pH ലെവൽ. ഈ പരിധിക്കുള്ളിൽ മണ്ണ് പരിപാലിക്കുന്നത് ഈ സസ്യങ്ങൾക്ക് ഒപ്റ്റിമൽ പോഷക ലഭ്യത ഉറപ്പാക്കുന്നു. അതോടൊപ്പം ആരോഗ്യകരമായ വളർച്ചയും ഊർജ്ജസ്വലമായ പൂക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ചെടിക്ക് സ്ഥിരമായി ഈർപ്പമുള്ള മണ്ണ് നല്ലതാണ്. മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കാൻ പെൻഡാസ് ചെടികൾക്ക് പതിവായി നനവ് ആവശ്യമാണ്. പക്ഷേ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓവർഹെഡ് നനവ് ഇതിന്റെ സസ്യജാലങ്ങളെ നശിപ്പിക്കും. അതിനാൽ ചെടിയുടെ ചുവട്ടിൽ നനവ് കൊടുക്കുക. വളരുന്ന സീസണിലുടനീളം സാധാരണയായി വസന്തകാലം മുതൽ ശരത്കാലം വരെ ഈ ചെടിയിൽ സമൃദ്ധമായി പൂക്കളുണ്ടാകുന്നു. ശരിയായ പരിചരണവും അനുകൂലമായ സാഹചര്യവും ലഭിച്ചാൽ പൂന്തോട്ടങ്ങൾക്കും ഭൂപ്രകൃതികൾക്കും ഊർജ്ജസ്വലമായി നിറം നൽകിക്കൊണ്ട് ഈ ചെടിയിൽ തുടർച്ചയായി ധാരാളം പൂക്കളുണ്ടാകും. പരാഗണങ്ങളെ ആകർഷിക്കുന്നത് പോലെ തന്നെ ഹമ്മിങ് ബേർഡുകൾ ഇഷ്ടപ്പെടുന്ന മധുരമുള്ള തേനും ഇവയുടെ പൂക്കളിലുണ്ട്. ഒരു ഷോ സ്റ്റോപ്പിംഗ് ബട്ടർഫ്ലൈ ഗാർഡനു വേണ്ടി ലെന്റാനകൾ, ബട്ടർഫ്ലൈ ബുഷ്, ജമന്തികൾ, സാൽവിയ എന്നിവയ്ക്കൊപ്പം പെൻഡാസും വളർത്താം. കാരണം ഇത് ചിത്രശലഭം ഉദ്യാനങ്ങൾക്കും വന്യജീവി ആവാസ വ്യവസ്ഥയ്ക്കുമുള്ള നല്ല ഒരു ചെടിയാണ്. ഇത് കൂടാതെ ഈ ചെടി വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും വിഷരഹിതമാണ്. എന്നാൽ ഇതെങ്ങും ഒരു അധിനിവേശ ഇനമായി കണക്കാക്കപ്പെട്ടിട്ടുമില്ല. പെൻഡാസ് ഇനങ്ങളിൽ കുള്ളൻ ചെടികൾ മുതൽ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ളവ വരെ ഉൾപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട 3-4 ഇനങ്ങളാണ് ഗ്രാഫിറ്റി റെഡ് ലേസ്, ഗ്രാഫിറ്റി ലിപ്സ്റ്റിക്, കാലിഡോക്സ് ആപ്പിൾ ബ്ലോസം, നോർത്തേൺ ലൈറ്റ് ലാവൻഡർ മുതലായവ. ഇതിൽ ആദ്യത്തെ ഇനമായ ഗ്രാഫിറ്റി റെഡ് ലേസ് ഈ ചുവന്ന പെൻഡാസ് കൾട്ടിവറിൽ വെളുത്ത കേന്ദ്രങ്ങളുള്ള കടും ചുവപ്പ് പൂക്കളുടെ കൂട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇത് 12 ഇഞ്ച് വരെ ഉയരത്തിലെത്തും. ഗ്രാഫിറ്റി ലിപ്സ്റ്റിക് ഇതിൽ റോസ് പിങ്ക് നിറത്തിലുള്ള പൂക്കളുടെ കൂട്ടങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതും 12 ഇഞ്ച് വരെ ഉയരത്തിൽ വളരുന്നു. കാലിഡോസ്കോട്ട് ആപ്പിൾ ബ്ലോസം ഈ വെളുത്ത കേന്ദ്രങ്ങളോട് കൂടിയ മൃദുവായ പിങ്ക് പൂക്കളുടെ കൂട്ടങ്ങളാണ് ഇതിൽ കാണപ്പെടുന്നത്. ഇത് 15 അടി വരെ ഉയരത്തിലെത്തുന്നു. നോർത്തേൺ ലൈറ്റ് ലാവൻഡർ ഇത് തണുപ്പ് സ്ഥലങ്ങളിൽ വളർത്തുന്ന ഒരു പ്രത്യേക ഇനമാണ്. പിങ്ക്, ലാവൻഡർ പൂക്കളുടെ കൂട്ടങ്ങളുള്ള ഈ ചെടി 4 അടി വരെ ഉയരത്തിൽ വളരുന്നു. പൂക്കളുടെ നിറം, വലിപ്പം, വളർച്ചാശീലങ്ങൾ എന്നിവയുടെ വ്യത്യസ്തത കൊണ്ട് ഇന്ന് ഇവയുടെ നിരവധി ഇനങ്ങൾ ലഭ്യമാണ്. പെൻഡാസ് ചെടികൾ വൈവിധ്യമാർന്നതും വിവിധ ലാൻഡ്സ്കേപ്പിംഗ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കാവുന്നതുമാണ്. ഇത് പലപ്പോഴും പൂക്കളങ്ങൾ, ബോർഡറുകൾ, പോട്ടുകൾ, ഹാങ്ങിങ് പോട്ടുകൾ എന്നിവയിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതും ഔട്ട്ഡോർ സ്പേസുകളിൽ നിറവും ദൃശ്യഭംഗിയും നൽകുന്നതുമാണ്. തെളിച്ചമുള്ളതും സൂര്യപ്രകാശമുള്ളതുമായ സ്ഥലങ്ങളിൽ വീട്ടുചെടിയായി വീട്ടിനകത്തും ഇത് വളർത്താം. ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ പൂക്കൾക്കും വളരുന്ന സീസണിൽ പെൻഡാസ് ചെടിക്ക് ഇടയ്ക്കിടെ വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. 10ന്റെയോ 20ന്റെയോ തുല്യ അനുപാതത്തിലുള്ള NPK മിശ്രിതം, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിന്റെ വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളം, അല്ലെങ്കിൽ പൂച്ചെടികൾക്കായി പ്രത്യേകം രൂപപ്പെടുത്തിയ വളമോ തിരഞ്ഞെടുക്കാം. പുതിയ വളർച്ച ആരംഭിക്കുന്ന വസന്തത്തിന്റെ തുടക്കത്തിൽ വളപ്രയോഗം തുടങ്ങാവുന്നതാണ്. വളരുന്ന സീസണിലുടനീളം ഓരോ 4-6 ആഴ്ചയിൽ വളപ്രയോഗം തുടരാം.
ഇത് സാധാരണയായി വേനൽക്കാലത്തിന്റെ അവസാനമോ ശരത്കാലത്തിന്റെ ആരംഭം വരെയോ തുടരാം. നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വളം വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഈ നേർപ്പിച്ച വളം തളിക്കുക. ഇലകളിലും തണ്ടുകളിലും വളം തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളം പ്രയോഗിച്ചതിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. വളത്തിന്റെ ലേബലിൽ നൽകിയിരിക്കുന്ന അളവിൽ വളപ്രയോഗം നടത്തുക. ചെടിയുടെ വലിപ്പവും പ്രായവും അടിസ്ഥാനമാക്കി വളപ്രയോഗം ക്രമീകരിക്കുക. ജൈവവളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ നൽകാം. പെൻഡാസ് ചെടിയെ ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശി, കാറ്റർ പില്ലർ എന്നിവയാണ്. രോഗങ്ങൾ വിഷമഞ്ഞ്, ലീഫ് മിനറുകൾ, ഇലപ്പുള്ളി, റൂട്ട് ചീയൽ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടുമാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പെൻഡാസ് പൂച്ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.